എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ബ്ലൗസിൻ്റെ നെക്ക് എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹുക്ക് വയ്ക്കണം, ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണാം. അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. കാരണം ചിലപ്പം ഈ വളഞ്ഞു പോകും, അത് വലിഞ്ഞ് നെക്കിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്ലൗസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ബ്ലൗസ് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് വേണം അതിൻ്റെ കഴുത്ത് ഫിനിഷ് ചെയ്യാം. അപ്പം ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. കുറച്ചധികം പീസുകൾ നമുക്ക് വേണം. ഞാനിപ്പോൾ 2 പീസാണ് നിങ്ങൾ കാണിക്കുന്നത്. നമ്മൾ ചരിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. 1.5 ഇഞ്ച് വീതിയിൽ വേണം എടുക്കാൻ. അതറിയാമല്ലോ, നമ്മൾ ഒരു തുണി ഇങ്ങനെ ഇട്ടിരുന്നാൽ അതിന് കോണായിട്ട് ഒരു കട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്കെയിൽ വെച്ച് കോണായിട്ട് വരച്ചിട്ട് അതിന് ശേഷം 1.5 ഇഞ്ച് വീതിയിൽ വേണം നമുക്ക് ഇത് എടുക്കേണ്ടത്. എന്നിട്ട് കുറച്ചധികം വേണം നമുക്ക് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറച്ചധികം പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ കോണായിട്ടിരിക്കുന്ന പീസുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു കോൺ ഇങ്ങോട്ട് വയ്ക്കണം. അപ്പോൾ ഇത് ഒരു കോണാണ്, അത് ഇങ്ങോട്ട് വയ്ക്കണം. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. ഒരു കോണ് ഇങ്ങോട്ട് വരപ്പോൾ നമ്മൾ അടുത്ത് വയ്ക്കുന്ന പീസിൻ്റെ കോണ് ഇങ്ങോട്ട് വേണം വരേണ്ടത്. എന്നിട്ട് ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കണം. തയ്യൽ തുമ്പ് കുറച്ചിട്ടിട്ട് വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാൻ. പിന്നെ ഡബിൾ സ്റ്റിച്ച് ഇടണം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ അത് വയ്ക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നോളും കേട്ടോ. മനസ്സിലായല്ലോ? ഒരു കോൺ ഇങ്ങോട്ടാണെങ്കിൽ ഒരു കോൺ ഇങ്ങോട്ടാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചധികം പീസുകൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. അധികം നീളം. എന്നിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യണം, ഇത്രയും പീസുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ നെക്കിൽ വെച്ച് നോക്കണം കറക്റ്റ് ഉണ്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വീണ്ടും കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് ആദ്യം ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് നോക്കണം. നമുക്ക് ഈ നെക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരുപാടൊക്കെ വലിക്കേണ്ട, നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യണം. അധികം കിടന്നാലും കുഴപ്പമില്ല, കണ്ടോ. എനിക്ക് അധികമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ തികയാതെ വരരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും. ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇതിന് നെക്കിൻ്റെ നല്ല വശം എടുക്കണം. ഇതാണ് നല്ല വശം. നല്ല വശത്ത് നമ്മൾ ഈ പീസിൻ്റെ നല്ല വശം കേട്ടോ, തയ്യൽ തുമ്പ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല വശം വെച്ചിട്ട് കുറച്ച് തുമ്പ് ഇങ്ങോട്ട് നീട്ടിയിട്ടേക്കണം. എന്നിട്ട് ഇങ്ങനെ വളയ്ക്കാതെ, രണ്ടും വലിച്ചു പിടിക്കരുത്. ക്രോസ് പീസും വലിച്ചു പിടിക്കരുത്, നമ്മളെ ബോഡി ബ്ലൗസിൻ്റെ നെക്കും വലിച്ചു പിടിക്കാതെ ഇങ്ങനെ അത് അതിൻ്റെ രീതിയിൽ, അതെങ്ങനെയാണോ കിടക്കുന്നത് അതേ രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ 1/2 ഇഞ്ചോ 1/4 ഒരു പോയിൻറ്റും വീതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിൽ വെച്ചടിച്ചിട്ടുണ്ട്, കണ്ടോ. ഇതാ ഇതുപോലെ അഴച്ചടിച്ചിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വീതിയിലാണ്, 1/4 ഇഞ്ചും ഒരു പോയിൻ്റ് വീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ഇഞ്ച് വയ്ക്കരുത്, കാരണം ആ തീരെ തയ്യൽ തുമ്പ് കുറഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കിത് മറച്ചിടപ്പം നല്ല ഷേപ്പായിട്ട് വരാൻ വേണ്ടിയാണ്. ഈ സ്റ്റിച്ചിൽ തയ്യൽ കൊള്ളരുത് കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെയല്ല ഇരിക്കുന്നത്, ഈ ഭാഗത്ത് ഇങ്ങോട്ടേക്കും മടക്കി വയ്ക്കണം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇങ്ങോട്ടേക്കും മടക്കി വയ്ക്കണം. മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പില്ലേ, അത്രയും ഭാഗം മാത്രം മടക്കുക. കണ്ടോ, ഈ വീതിക്ക്. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഇത്രയാണ്. നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കരുത്. നമ്മൾ ഈ മടക്കേണ്ട തയ്യൽ തുമ്പ് നമുക്ക് കാണാം. അത്രയും ഭാഗം വെച്ചിട്ട് മാത്രം ഇവിടെ മടക്കുക. മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെ ഇത്രയും വീതിക്ക്. തയ്യൽ തുമ്പ് നമ്മൾ 1/4 ഇഞ്ചും ഒരു പോയിൻ്റ് വീതിയിലാണ് ഇട്ടത്. ആ വീതിയിൽ മാത്രം, കണ്ടോ, ഇത്രയും വീതിയിൽ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഏതിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം, ഈ ക്രോസ് പീസിൽ സ്റ്റിച്ച് ചെയ്ത് വരണം, പതിച്ചടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ അകവശം നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും തയ്യൽ തുമ്പുകൾ കാണും. എല്ലായിടത്തും കാണില്ല, ചിലയിടത്ത് കാണും. അത് നമ്മൾ മടക്കുമ്പോൾ ഇരിക്കും. അതങ്ങ് വെട്ടിക്കളയണം കേട്ടോ. വെട്ടപ്പോൾ നമ്മൾ ഈ ബ്ലൗസ് പീസിൽ താഴത്തെ തുണിയിൽ തട്ടാതെ വേണം വെട്ടിക്കളയാൻ. ഇങ്ങനെ പറ്റ വെട്ടിക്കളയണം കേട്ടോ. ഇങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ
ഇതിരിക്കുന്നത്, തയ്യൽ തുമ്പിന് നീണ്ടു നിൽക്കുന്നത് ഈ തയ്യലിൻ്റെ ചേർത്ത്, തയ്യലിൽ കൊള്ളരുത്, അല്ലാതെ ഇത് ഫുള്ളങ്ങ് കട്ട് ചെയ്യണം. ഇതാ ഞാൻ ഇതുപോലെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ തയ്യൽ തുമ്പെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിങ്ങനെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് ഇതിങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കണ്ടോ? ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഹെമ്മിങ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ? ഞാൻ എന്താ ഇത് ഹെമ്മിങ് ചെയ്തിട്ടുണ്ട്. കഴുത്ത് എല്ലാം മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? നല്ല വശം ഇതുപോലെ വരും. ഇതുപോലെ വരും. കണ്ടോ? ഇതേ രീതിയിൽ വരും. ബാക്ക് പാർട്ട് കാണിച്ചു തരാം. ബാക്ക് പാർട്ട് ഇതുപോലെ വരും. കണ്ടോ? ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് വരും. അപ്പം ഇത് ഏത് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പിന്നെ നെക്ക് ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.